എഗ് കൗണ്ട് ലോ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടോൽപാദന ശേഷിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ എഗ് കൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒന്ന് AMH, അതായത് ആൻറ്റി മുള്ളറിയൻ ഹോർമോൺ. 2 FSH, അത് 2-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം, Day 3 FSH എന്ന് പറയും. 3 ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട്, അത് സ്കാൻ ചെയ്യുമ്പോൾ എത്ര ഫോളിക്കിൾ നമുക്കുണ്ട്. ഈ 3 ടെസ്റ്റുകളും വെച്ചാണ് നമ്മൾ എഗ് കൗണ്ട് നമ്മൾ തിട്ടപ്പെടുത്തുന്നത്. എഗ് കൗണ്ട് ലോ എന്ന് പറയുന്നത് പൂർ റെസ്പോണ്ടർ എന്ന് പറയും. അതായത് റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റും കുറച്ച് പോറായിരിക്കും. മിക്കവർക്കും വലിയ കുഴപ്പമില്ല, അതിന് ഗർഭിണി ആയിക്കോളും, വേറെ പ്രോബ്ലം ഒന്നുമില്ല, ആയിക്കോളും. പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവർക്ക് ഓവുലേഷൻ ഇൻഡക്ഷൻ, അതായത് ഇഞ്ചക്ഷൻ കൊടുത്ത് അണ്ടോൽപാദനം ഉണ്ടാക്കി ചിലപ്പോൾ IVF എക്സിലോട്ടും പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അവർക്ക് പ്രഗ്നൻസി ആവാൻ പറ്റില്ലെന്നില്ല, പക്ഷേ പ്രഗ്നൻസി ആവാൻ ചിലപ്പോൾ ചികിത്സാ സഹായം വേണ്ടി വന്നേക്കും. മനസ്സിലായി? അതാണ് എഗ് കൗണ്ട് ലോ എന്ന് സാധാരണ ജനങ്ങൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ചികിത്സിക്കുന്നതിൻ്റെ ബേസിക് ഇതാണ്.